അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ല. അവരെന്താ ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഒരിക്കലും ഞാൻ ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി ഒരു വ്യക്തിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇല്ലേ? മാക്സിമം നാണ് കിടത്തി അയാൾ അവിടെ. എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു, എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് പ്രേമമാണെന്ന്. 25 വർഷത്തിലേറെയായി മലയാള സിനിമയിലും സീരിയൽ രംഗത്തും സജീവമാണ് നടി നിഷ സാരംഗ്. ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് അഭിനയ ജീവിതം ആരംഭിച്ച നിഷയ്ക്ക് ആരാധകരെ നേടിക്കൊടുത്തത് ഉപ്പുമുളകും എന്നുള്ള സിറ്റ്കോമാണ്. നിഷയെക്കാളും ആരാധകർ ഉള്ളത് ഉപ്പുമുളകിലെ നീലുവിനുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെയും വിവാദങ്ങളുടെയൊക്കെ പേരിലെ ഉപ്പുമുളകിൽ നിന്ന് ഇപ്പോൾ നിഷ വിട്ടുനിൽക്കുകയാണ്. ശരിയല്ലാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പണികൾ ധാരാളം തനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് നൽകിയ ഒരു ഇന്റർവ്യൂയിലൂടെ നിഷ സാരംഗ്. കുറച്ചു കാലം സിനിമകളുടെ ഷൂട്ട് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് തിരക്കിലുമായിരുന്നു, പിന്നീട് ട്രീറ്റ്മെന്റിലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ് എന്നാണ് ആ ഒരു ഇന്റർവ്യൂവിൽ നിഷ പറയുന്നത്. ഇത്തരത്തില് മയക്കുമരുന്ന്, കഞ്ചാവ്, അത്തരത്തിലുള്ള ലഹരി ഉപയോഗം, അപ്പൊ ആ സിനിമയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓരോ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരുപാട് ആൾക്കാരുള്ളതാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. സെറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ബാധിക്കായിരിക്കും ഒരാൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടവർ ഒരുപാടുണ്ടാവും, അല്ലേ? പുറത്ത് പറയാൻ പറ്റാതെ, പുറത്ത് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അത് അവർക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പേടിച്ചിട്ട് പറയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലേ? അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ല, അവരെന്താ ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഇവർ ബോധം നഷ്ടാവസ്ഥയിൽ ഇവരെന്ത് കാണിച്ചു കൂട്ടിയാലും അത് അനുഭവിക്കുന്ന ആ സ്ത്രീയോ കുട്ടിയോ ആണ് അത് അനുഭവിക്കുന്നത്. 25 വർഷത്തോളമായി സിനിമാ സീരിയൽ ഇൻഡസ്ട്രിയിലുണ്ട് നിഷ സാരംഗ്. തന്നെ കുറിച്ച് മോശം പറയേണ്ട അവസ്ഥ ഇൻഡസ്ട്രിയിൽ താൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നിഷ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അഭിമാനവുമുണ്ട്. ഒരാളും തന്നെ കുറിച്ച് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുമില്ല. ആ ഒരു അഭിമാനം ഉള്ളിടത്തോളം കാലം തന്നെ ആരുടെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് നിഷ പറയുന്നത്. എന്തായാലും നമുക്ക് ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൽ കേസ് കൊടുത്തതും ഒക്കെ നമുക്കറിയാല്ലേ, ആരെക്കുറിച്ചാണ് കേസ് കൊടുത്തതും ആരാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ഊഹം തന്നെയുണ്ട്. ഇനി എന്തിനാണ് കേസ് കൊടുത്തത് എന്നൊക്കെ നമുക്കൊരു ഊഹവുമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു SP ശ്രീകുമാരും ഭാര്യയും കൂടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു കേസ് കൊടുത്തവരെ പറ്റി വളരെ രൂക്ഷമായിട്ട് തന്നെ ഇവർ വിമർശിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സ്ഥിരം പണി ഇതൊക്കെ തന്നെയാണ്, ഭയങ്കര ഈഗോയാണ്, അസൂയയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അതായത് കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തന്നെയായിരുന്നു SP ശ്രീകുമാറും ഭാര്യയായ മണ്ടോദരിയും പറഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് നിഷ സാരംഗിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടതും. അതിനകത്ത് ഇതിനുള്ള ഒരു നിഷ സാരംഗ് വ്യക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഇൻഡയറക്റ്റ്, അതായത് അവരുടെ പേര് പോലും പറയാതെ തന്നെയാണ് ഇക്കാര്യങ്ങൾ അവർ പറയുന്നത്. ഇതിൽ നിഷ വ്യക്തമായിട്ട് തന്നോട് വൈരാഗ്യം വരാനുള്ള മെയിൻ കാരണം എന്താണെന്നൊക്കെ അവരെടുത്ത് പറയുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ പേരുകൾ എടുത്ത് പറയാതെ തന്നെ നിഷ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ടുള്ള നമ്മൾ കണ്ടതാണ്. അവർ പറഞ്ഞത് ആദ്യം കഞ്ചാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്ക് ബോധമില്ല എന്നുള്ള കാര്യത്തിലാണ് അവർ, അതിനാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഒരു കഞ്ചാവിന്റെ കേസ് ഇവിടെ എടുത്ത് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നിഷ സാരംഗിന് ഇട്ടുകൊടുക്കുകയാണ്. നിഷ സാരംഗ് അതിനുള്ള മറുപടിയും പറയുന്നുണ്ട്. ഇവിടെ നിഷ പറയുന്നത് കഞ്ചാവടിച്ച് നടക്കുന്നവർക്ക് ബോധമില്ല എന്ന് തന്നെ, ബോധമുണ്ടാകില്ല എന്ന് പറയുന്നത്. ഇപ്പൊ SP ശ്രീകുമാർ ആയാലും ശരി, ഈ പറയുന്ന ബാലു ആയാലും ശരി, കഞ്ചാവടിച്ച് നടക്കുന്നവർക്ക് ബോധമുണ്ടാകില്ല. അവരെ കഞ്ചാവടിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് മറന്നു. പക്ഷേ അത് അനുഭവിക്കേണ്ടി വരുന്നവർ അങ്ങനെ പെട്ടെന്ന് അവർക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് നിഷ ഇവിടെ ഉന്നയിക്കുന്നത്. ആ കാര്യങ്ങൾ ഏത് രീതിയിലാണ് നിഷ കൊണ്ടുപോയത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം അതിന്റെ വേദന അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ ദുഃഖം എന്താണെന്നുള്ളത്, അല്ലേ? അതെ. അതുകൊണ്ട് അങ്ങനത്തെ നിയമം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നത് ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് ആർക്കും ഒരു സങ്കടം ഉണ്ടാവാണ്ടിരിക്കട്ടെ, അല്ലേ? കാരണം ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്ക് അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും, അല്ലേ? അത് കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചു വരുന്നത്. പക്ഷെ ആ അനുഭവിച്ച ആൾക്ക് ആ വേദന പോകില്ല, അവർക്ക് ഓർമ്മക്കുറവില്ല. നിഷ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് ഈ വൈരാഗ്യം ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണെന്നുള്ളത്. ഇവരുടെ ഇടയിൽ ഒരു ടെക്നീഷ്യന്, അതായത് എന്തോ കിഡ്നിക്ക് എന്തോ പ്രശ്നമുള്ള ഒരാളാണ്, അയാൾ എന്തോ കമ്മീഷൻ മേടിച്ചു. അപ്പം ഈ ഒരു കമ്മീഷൻ മേടിച്ചിട്ട് ഇതിലെ മെയിൻ ആർട്ടിസ്റ്റ് ഇയാൾക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അപ്പം അങ്ങനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ ആയിരുന്നു ആ ഒരു സംഭവങ്ങളിലേക്ക് വന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ ഒരു ആരോപണം ഉന്നയിച്ചത് അവിടുത്തെ മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് നിഷ പറയുന്നത്. അപ്പൊ ഈ സംഭവം ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നപ്പോൾ തന്നെ ഇയാളെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് മെയിൻ ഓഫീസിലെങ്ങാണ്ട് അവിടെയാണ് വർക്കിൽ ഇയാൾക്ക് ജോലി കൊടുത്തിരുന്നത്.
അതിനുശേഷം നിഷ ഈ ഒരു ടെക്നീഷ്യനോട് ചോദിക്കുകയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ കമ്മീഷൻ മേടിച്ചിട്ടില്ല എന്നാണ് ആ പുള്ളി ആദ്യം പറഞ്ഞത്. ആദ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇതുപോലെ പൈസ വാങ്ങിച്ചു, അതായത് ശമ്പളം കിട്ടാതിരുന്നപ്പോൾ 2000 വെച്ച് 2 പ്രാവശ്യം വാങ്ങിച്ചിട്ടു, അത് തിരിച്ച് 4000 രൂപയായിട്ട് അങ്ങ് തിരിച്ചു കൊടുത്തു എന്നാണ് ഈ ഒരു ടെക്നീഷ്യൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞ നിഷ എന്ത് ചെയ്ത്, ഈ ഒരു മെയിൻ ആർട്ടിസ്റ്റ്, ഇയാൾക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ഈ ഒരു മെയിൻ ആർട്ടിസ്റ്റിനെതിരെ പോയി സംസാരിച്ചു. ഇത് വെറുതെ പേഴ്സണലി അല്ലെങ്കിൽ പ്രൈവറ്റ്ലി ചോദിച്ച കാര്യങ്ങളല്ല, അവിടെയുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ഒരു ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒരാളെ കളിയാക്കുക അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ നിഷ ഇത്തരത്തിൽ പ്രവർത്തിച്ചപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ കാരണം എന്നാണ് നിഷ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് ചോദിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ അല്ലെ. ഒരു പ്രത്യേകിച്ച് മെയിൻ ആർട്ടിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. മെയിൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആ സീരിയൽ കാണുമ്പോൾ തന്നെ അറിയാലേ, നമുക്ക് അതൊരിക്കലും ഒരു ഫേക്കായിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈൻമെന്റ് വീഡിയോ അല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ. ആ കുടുംബത്തിലുള്ള എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കഴിയുന്ന അവർക്കിടയിൽ ഇത്തരം ആളുകൾക്ക് മുന്നിൽ വെച്ച് നിഷ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം വന്നു കാണും. പിന്നെ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക കഥകൾ ഇറക്കുന്നതും. പിന്നെ നിവർത്തിയില്ലാതെ തന്നെ നിഷ തന്നെയായിരിക്കും, പക്ഷേ നിഷ സാരംഗിന്റെ അടുത്ത് പറയുന്നില്ല താനാണ് കേസ് കൊടുത്തത് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്കറിയാലോ ഇൻഡയറക്ട്ലി അവർ പറയുന്ന കാര്യങ്ങളും ആരെക്കുറിച്ചാണ് പറയുന്നതും എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാനുള്ള ബുദ്ധി വിവേകം നമുക്കുണ്ട്. ഒരു ലൊക്കേഷനിൽ ഒരാളെ അയാൾ കമ്മീഷൻ മേടിച്ചു എന്നും പറഞ്ഞൊരു കഥ വന്നു. എന്നിട്ട് പലപ്പോഴും അവിടെ അയാളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും നല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ട്, ഈ ടെക്നീഷ്യന്മാർക്ക് വളരെ നിസ്സാര പൈസയാണ് കൂടുതലും കിട്ടുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരിക്കലും ഞാൻ ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി ഒരു വ്യക്തിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലേ. ഇതാണ് സംഭവം. അല്ലാതെ പുള്ളി എൻ്റെ നിന്ന് കമ്മീഷൻ ഒന്നും മേടിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പുള്ളി സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അപ്പം തന്നെ ഈ പറഞ്ഞു നടന്ന ആളെ ആദ്യം വിളിച്ചു. പുള്ളിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആളെ ഞാൻ ആദ്യം വിളിച്ചു. ഞാൻ അപ്പനോട് ചോദിച്ചല്ലോ, അപ്പയും പറഞ്ഞല്ലോ അപ്പയൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൻ്റെ അടുത്ത് നിന്ന് കമ്മീഷൻ പുള്ളി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി ബബ്ബ പിടിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും വിളിച്ചു, ആ ഒരു ലൊക്കേഷനിലെ കാരണം ആ ലൊക്കേഷനിലെ എല്ലാവരുടെ അടുത്തും പുള്ളി പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാവരുടെ ഞാൻ കാര്യം പറഞ്ഞത് ഇന്നതാണ് കേട്ടോ, അയാൾ കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല, എന്താണ് വെറുതെ ഒരാളെ പറ്റി ഇല്ലാത്ത പറഞ്ഞ് അയാളുടെ ജോലി കളയിക്കാൻ നോക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. കാരണം നമുക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അഹങ്കാരം കയറാം. പക്ഷേ നിസ്സാര ശമ്പളം മേടിക്കുന്ന ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു വരുമാനം, അവരുടെ നമുക്ക് കോടികൾ, അവർക്ക് 1000 പോലും അവർക്ക് കോടിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെയാണ് ജിഷ ആ വ്യക്തിയോട് ചോദിച്ചത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആളുകളുടെ ഇടയിൽ വെച്ച് നാണം കെടുത്തുന്ന ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ ദേഷ്യം ഉണ്ടാകും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് മെയിൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് മോശമായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ ഒന്നും അറിയാത്ത പോലെ അയാൾ ആണോ. അപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു, അന്നേ എനിക്ക് മനസ്സിലായിരുന്നു ഇതെനിക്ക് തിരിച്ച് പണി വരുമെന്ന്. അപ്പോൾ പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് പണികളുടെ ധാരയായിരുന്നു, ഒരുപാട് പണികൾ എനിക്ക് വന്നു. ഞാനത് മൈൻഡ് ചെയ്യാതെ പോയി. പിന്നെ അവസാനം എന്നെ എന്താ പറയുക, എനിക്ക് കുറേ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു, കുറേ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നു. അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് കിട്ടും. കാരണം വെച്ചാൽ എന്താ പറയുക, എന്നെ മാക്സിമം നാണം കെടുത്തി അയാൾ അവിടെ. എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലരും പറഞ്ഞു, എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു. അതായത് ഞാൻ അയാളായിട്ട് അവിടെ ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതങ്ങനെ കൂടി എൻ്റെ വീട്ടുകാരെന്നോട് മക്കൾ ചോദിച്ചു എൻ്റെ അടുത്ത്, അമ്മ ഇങ്ങനെ പറയണ്ടല്ലോ എന്താ. ഞാൻ പറഞ്ഞ അത് മൈൻഡ് ചെയ്യാൻ പറഞ്ഞു. കാര്യങ്ങളുടെ കിടപ്പ് ഏത് ലെവലിൽ എങ്ങോട്ടാണ് പോയതെന്നുള്ളത് നമ്മൾ ഇത്രയും നാളും കാരണങ്ങൾ എന്താണെന്ന് അറിയാതെ നിൽക്കുമായിരുന്നല്ലേ, എന്താണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്നുള്ള കാര്യം. ഇവിടെ കഞ്ചാവ് എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം ഒരു ടെക്നീഷ്യന്റെ പേരിൽ പ്രശ്നങ്ങളായതും അവിടെയാണ് വൈരാഗ്യം തുടങ്ങിയതും. പക്ഷെ ഇവിടെ നിഷ ഒരിക്കലും ഇന്ന ആൾക്കാരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ആരാണ് കേസ് കൊടുത്തത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് എന്നുള്ള കാര്യം പറയും. പക്ഷെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നാലേ പോലും നമുക്കത് മനസ്സിലാകുന്നുണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതിന്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ഉപ്പുമുളക് കേസിലെ സംഭവത്തിൽ നടന്നതല്ലേ. ഉപ്പുമുളക് കേസ് എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ വായിലെ ഉപ്പുമുളക് എന്നുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ബാലു ആയാലും നീലു ആയാലും നെച്ചു ആയാലും ശിവാനി ആയാലും എന്താ പറയുക കേശു ആയാലും ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്നും ഒരിക്കലും മാറാത്ത ഒരു കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിപ്പോൾ എത്ര വലിയ വലിയ കോൺട്രവേഴ്സികൾ വന്നാൽ പോലും ശരി, ഇത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല. അത്രയേറെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് നമ്മുടെ മനസ്സുകളിൽ പിടിച്ചുലച്ച ഒരു കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇവരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശരി, ഇപ്പോൾ ഈ ഒരു കേസ് കുറേ നാളായി ഇതിന്റെ പിറകെ പിന്നാലെ നടക്കാൻ തന്നിട്ട് ഇടയ്ക്ക് ബാലു വന്ന് തന്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ SP ശ്രീകുമാറും അതുപോലെ തന്നെ നിഷ സാരംഗ്
ഇപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടൊക്കെയാണ് ഈ ഒരു കേസിന്റെ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഉപ്പുമുളക് എന്ന സീരിയലിലെ ഭാഗമാകാത്തതും. ഇപ്പം ആ ഒരു കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം ചേരുമ്പോഴായിരുന്നു ആ ഒരു സീരിയലിന്റെ ഒരു വിജയം എന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യരിൽ ഇതിന്റെ ഇടയിലൊക്കെ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യം നമുക്ക് തന്നെ തീർച്ചയില്ല. ആളുകൾക്ക് എത്തരത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പെരുമാറുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് അവരുടെ മനസ്സുകളിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. ഓക്കെ, അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക.